Hello students, welcome to Prodigy Institute of Management Studies. Myself Anandakrishna Iyer. ഞാൻ ഇന്ന് ഈ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഒരു സ്കോളർഷിപ്പിന്റെ കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ നമുക്ക് റിലവന്റ് ആയിട്ടൊരു നോട്ടിഫിക്കേഷൻ റിലീസ് ആയിരുന്നു. അതായത് CA, CS ആൻഡ് CMA പഠിക്കുന്ന സ്റ്റുഡൻസിന് ഒരു സ്കോളർഷിപ്പ് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതിന്റെ കാര്യം ഡിസ്കസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഒരു നോട്ടിഫിക്കേഷൻ ഒരു പക്ഷേ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ ഇടയിലോ അല്ലെങ്കിൽ CA CMAയുടെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഓക്കെ, സോ ഈ ഒരു സ്കോളർഷിപ്പ് ആർക്കൊക്കെയാണ് എലിജിബിൾ ആയിട്ടുള്ളത്, ഇതിനെങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ഈ ഒരു സ്കോളർഷിപ്പിന്റെ പേര് PM ഫൗണ്ടേഷൻ സ്കോളർഷിപ്പ് എന്നുള്ളതാണ്. ഓക്കെ, ഇത് ആക്ച്വലി ഒരു ട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്കോളർഷിപ്പ് ആണ്. അതായത് P മുഹമ്മദ് അലി എന്ന് പറയുന്ന ഒരു സാർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഫൗണ്ട് ഔട്ട് ചെയ്ത ഒരു ട്രസ്റ്റ് ആണ് PM ഫൗണ്ടേഷൻ ട്രസ്റ്റ് എന്ന് പറയുന്ന ട്രസ്റ്റ്. അതിന്റെ കീഴിൽ വരുന്നതാണ് ഈ PM ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവരാണ് ഈ ഒരു സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതൊരു 1988 ഈ ഒരു ട്രസ്റ്റ് രൂപീകരിക്കുന്നത്. ആൻഡ് അതിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ എന്ന് പറയുന്നത് മുഹമ്മദ് അനീഷ് എന്ന് പറയുന്ന ഒരു IAS ഓഫീസറാണ്. ഓക്കെ, ആൻഡ് ഈ സ്കോളർഷിപ്പ് ആർക്കൊക്കെയാണ് ആപ്ലിക്കബിൾ ആകുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2025, അതായത് ഈ കറണ്ട് ഇയറിൽ CA അതേപോലെ CS ആൻഡ് CMA ഇതിന്റെ മൂന്നിന്റെയും ഇന്റർമീഡിയറ്റ് ലെവലോ ഫൈനൽ ലെവലിലോ എക്സാംസ് എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിനാണ് ഈ ഒരു സ്കോളർഷിപ്പ് ആപ്ലിക്കബിൾ ആകും. ഓക്കെ, ആൻഡ് ഇത് നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ www.pmfonline.org എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഈ ഒരു സ്കോളർഷിപ്പിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ. ഓക്കെ, നമ്മൾ ആ ഒരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു ടാബ് ഉണ്ടാവും. അതായത് ആപ്ലിക്കേഷൻ ഫോർ CA CMA ആൻഡ് CS സ്കോളർഷിപ്പ് എന്നുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രജിസ്റ്റർ ആൻഡ് അപ്ലൈ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ പറയുന്ന ഒരു സ്കോളർഷിപ്പിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് സർട്ടിഫിക്കറ്റ്സ് നമ്മൾ കരുതേണ്ടതായിട്ടുണ്ട്, കുറച്ച് ഡോക്യുമെന്റ്സ് നമ്മൾ എടുത്തു വെക്കേണ്ടതായിട്ടുണ്ട്. സോ ആ ഡോക്യുമെന്റ്സ് നമ്മൾ എടുത്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ, നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പാടുള്ളൂ. കാരണം ഇൻ ബിറ്റ്വീൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വെബ്സൈറ്റ് മാറി നമുക്ക് വെളിയിൽ പോയി അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. ആൻഡ് നമ്മൾ എന്ത് ചെയ്യുക, പ്രോപ്പർ ആയിട്ട് ഡോക്യുമെന്റ്സ് എടുത്തതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം. സോ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് നമ്മൾ ആ ഒരു വെബ്സൈറ്റിൽ കൊടുക്കേണ്ടത്, ആ ആപ്ലിക്കേഷനിൽ നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കണം. അതേപോലെ നമ്മൾ പഠിക്കുന്ന കോഴ്സിന്റെ ഡീറ്റെയിൽസ്, അതായത് CA ആണെങ്കിൽ CA ഇന്റർ, CS ആൻഡ് CMA ഇന്റർ ആണെങ്കിൽ CMA ഇന്റർ, അല്ല ഏത് കോഴ്സ് ആണോ ആ കോഴ്സിന്റെ പേര് അവിടെ നമ്മൾ കൊടുക്കാം. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫൗണ്ടേഷൻ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു സ്കോളർഷിപ്പിന് അവർ എലിജിബിൾ അല്ല. ഇന്റർമീഡിയറ്റ് ആൻഡ് ഫൈനൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് മാത്രമേ ഈ ഒരു കോഴ്സിന് എലിജിബിൾ ആകുള്ളൂ. ഓക്കെ, ഇത് കൂടാതെ മറ്റെന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഒരു ഫോട്ടോ വേണ്ടി വരും. ദെൻ കുറച്ച് സർട്ടിഫിക്കറ്റ്സ് വേണ്ടി വരും. അതായത് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ്, +2 സർട്ടിഫിക്കറ്റ്, അതേപോലെ ഡിഗ്രി ക്വാളിഫൈ ആയവരാണെങ്കിൽ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് വേണം. ദെൻ അത് കൂടാതെ ഇന്റർമീഡിയറ്റ് സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഫൗണ്ടേഷൻ പാസ്സായിട്ട് വന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ഫൗണ്ടേഷന്റെ സർട്ടിഫിക്കറ്റ്, അതായത് ഇന്റർമീഡിയറ്റ് ഇപ്പോൾ പഠിക്കുന്നവരാണ്, നിങ്ങൾ ഫൗണ്ടേഷൻ പാസ്സായിട്ടാണ് ഇന്റർമീഡിയറ്റിലേക്ക് വന്നിരിക്കുന്നുണ്ടെങ്കിൽ ഫൗണ്ടേഷന്റെ സർട്ടിഫിക്കറ്റ് വേണം കംപ്ലീറ്റ് ആയതിന്റെ. ആൻഡ് സെക്കൻഡ് തിങ്, ഇന്റർമീഡിയറ്റിലേക്ക് എൻറോൾ ചെയ്തതിന്റെ ഡോക്യുമെന്റും നിങ്ങൾ കരുതേണ്ടതായിട്ടുണ്ട്. ദെൻ ഫൈനൽ സ്റ്റുഡൻസ് ആണ് എന്നുണ്ടെങ്കിൽ ഫൈനൽ എൻറോൾ ചെയ്ത ഡോക്യുമെന്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകണം. അതായത് നിങ്ങൾ യൂഷ്വലി ഓൺലൈനിൽ പോയായിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാകുക, നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ ഒരു ചെല്ലാൻ അല്ലെങ്കിൽ ഒരു റെസിപ്റ്റ് കിട്ടും, അല്ലെ? അപ്പൊ ആ റെസിപ്റ്റിന്റെ കോപ്പി നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നാൽ മതി. ആൻഡ് സെക്കൻഡ് തിങ്, ഇന്റർമീഡിയറ്റ് ഫൈനൽ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഇന്റർമീഡിയറ്റിന്റെ സർട്ടിഫിക്കറ്റ് മാൻഡേറ്ററി ആയിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇത് കൂടാതെ വേറെ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ബേസിക് ഡോക്യുമെന്റ്സ് ആണ്, ലൈക്ക് ആധാറിന്റെ കോപ്പി, അതേപോലെ നമ്മൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് നിങ്ങൾ ഏതെങ്കിലും പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് പഠിക്കുന്നുണ്ടെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഡീറ്റെയിൽസ് വേണം. ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ അഡ്രസ്സ്, കോൺടാക്ട് നമ്പർ, അല്ലെ ഏത് കോഴ്സ് ആണ് കറന്റ് ഇയറിൽ പഠിക്കുന്നത്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ അതിൽ കൊടുക്കണം. ദെൻ ഇത് കൂടാതെ മറ്റെന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം ചോദിച്ചു കഴിഞ്ഞാൽ, ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഇത് പിന്നോക്ക വിഭാഗത്തിൽ പെടുന്ന സ്റ്റുഡൻസിന് മാത്രമേ ഇത് ആപ്ലിക്കബിൾ ആവുള്ളൂ. അതായത് OBC കാറ്റഗറിയിൽ വരുന്ന സ്റ്റുഡൻസിന് മാത്രമേ ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അവരുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും അതേപോലെ കാസ്റ്റ് സർട്ടിഫിക്കറ്റും എന്ത് ചെയ്യണം, ഈ ഒരു ആപ്ലിക്കേഷനോടൊപ്പം തന്നെ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ
ഈ പി എം ഫൗണ്ടേഷൻ സ്കോളർഷിപ്പിൽ നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ടോട്ടൽ നമുക്കൊരു സ്കോളർഷിപ്പ് ആണ് കിട്ടുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കോസ്റ്റ് ഓഫ് സ്റ്റഡി, അതായത് എത്ര എമൗണ്ട് ആണ് നിങ്ങൾക്ക് ഈ പറയുന്ന CA, CS ആൻഡ് CMA, ഇന്റർമീഡിയറ്റ് ആൻഡ് ഫൈനൽ ലെവലിലേക്ക് ടോട്ടൽ കോസ്റ്റ് ഓഫ് സ്റ്റഡി എത്ര വരുമോ അത് നമ്മൾ അതിൽ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്, അല്ലെ? അപ്പൊ കോസ്റ്റ് ഓഫ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഫീസ് വരും, നിങ്ങൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കൊടുക്കുന്ന കോച്ചിങ് ഫീ വരും, അല്ലെ? സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, ടോട്ടൽ കോസ്റ്റ് ഓഫ് സ്റ്റഡി കണ്ടുപിടിക്കാൻ. അത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ആപ്ലിക്കേഷൻ കൊടുക്കുന്ന വഴി അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട്. ഓക്കെ. ദെൻ ഇത് കൂടാതെ നിങ്ങൾ CA അതുപോലെ CS ആൻഡ് CMAക്ക് ഇന്റർമീഡിയറ്റിനോ ഫൈനലിനോ, ഫസ്റ്റ് ഓഫ് ഓൾ ഇന്റർമീഡിയറ്റിലാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇന്റർമീഡിയറ്റിൽ നമ്മൾ എൻറോൾ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഐഡന്റിറ്റി കാർഡ് കിട്ടാറുണ്ട്, അല്ലെ? റെസ്പെക്റ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന്. അപ്പം CA ആണെന്നുണ്ടെങ്കിൽ ICAയിൽ നിന്ന് കിട്ടും, CS ആണെന്നുണ്ടെങ്കിൽ ICSയിൽ നിന്ന് കിട്ടും, ആൻഡ് CMA ആണെന്നുണ്ടെങ്കിൽ ICMIയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഐഡന്റിറ്റി കാർഡ് കിട്ടും. ഓക്കെ. ആ ഐഡന്റിറ്റി കാർഡും എന്ത് ചെയ്യണം, ഈ ആപ്ലിക്കേഷന്റെ ഡോക്യുമെന്റ്സിനോടൊപ്പം തന്നെ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കരുതി വെച്ച് ഈ ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മൾ ആപ്ലിക്കേഷനോടൊപ്പം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ നമ്പർ എങ്ങനെ കിട്ടും? നിങ്ങളുടെ മെയിലിൽ റിസീവ് ആവും. ഓക്കെ. ആ ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വെക്കേണ്ടതാണ്. ഫ്യൂച്ചർ ഫർദർ കമ്മ്യൂണിക്കേഷൻസും ഫർദർ സ്റ്റേറ്റസ് ഒക്കെ അറിയേണ്ടത് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വഴിയാണ്. സോ എലിജിബിൾ ആയിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. സോ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു നോട്ടിഫിക്കേഷൻസ് ചെക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം, നിങ്ങൾ ഈ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ. സോ ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും. താങ്ക് യു ഓൾ.